തൃപ്തി ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഒറ്റപ്പെട്ട മഴ. ഡിസംബർ ഓൾറെഡി നല്ല തണുപ്പുള്ള മാസമാണ്, മഞ്ഞ് പെയ്യുന്ന മാസമാണ്. പക്ഷേ എന്താണെന്നറിയാൻ വയ്യ, ഇവിടെയൊക്കെ മഴ പെയ്യുന്നുണ്ട്. കരുനാപ്പള്ളി ഭാഗത്തൊക്കെ മഴയുണ്ട് കേട്ടോ. വേറെ എവിടെയെങ്കിലും മഴയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. മെയിനായിട്ടും ഉച്ച തിരിഞ്ഞ് അതുപോലെ തന്നെ വൈകിട്ട് രാത്രിയിൽ ഈ സമയത്തൊക്കെ കുറച്ച് നേരം മാത്രം മഴ പെയ്തിട്ട് നിൽക്കുവാണ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളാണെങ്കിൽ കല്യാണത്തിന് പോയെന്ന് പറഞ്ഞില്ലായിരുന്നോ? എൻ്റെ മൂത്ത വല്യമ്മയുടെ രണ്ടാമത്തെ മോളുടെ കല്യാണത്തിന് പോയായിരുന്നു, ആനടിയിൽ പച്ചക്കാട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കല്യാണത്തിൻ്റെ വ്ളോഗും തലേദിവസത്തെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വന്നപ്പം തലേദിവസം പോയിട്ട് വന്നപ്പോൾ വയനയില കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വയനയപ്പം ഉണ്ടാക്കി കേട്ടോ. പിന്നെ ഞാൻ രാവിലെ കുറച്ച് വെയിൽ കൊള്ളാമെന്ന് വിചാരിച്ചു. നമ്മൾ രാവിലെ വെയിൽ കൊള്ളുന്നത് നല്ലതാണ്, വൈറ്റമിൻ ഡി റിച്ച് ആണ്. അതുകൊണ്ട് കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ അങ്ങോട്ട് വരട്ടെന്ന് വെച്ചിട്ട് കുറച്ച് നേരം ഇളം വെയിലൊക്കെ കൊണ്ടു. ഈ തെരളിയപ്പത്തിന് പല സ്ഥലത്ത് പല പേരാണ് കേട്ടോ പറയുന്നത്. വയണയപ്പം, തെരളി, അങ്ങനെ പല പേര് പറയാറുണ്ട് കേട്ടോ. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെയൊക്കെ പൊതുവേ ഇങ്ങനെയാണ് പറയുന്നത്. തെരളിയപ്പം എന്നാണ് കൂടുതലും പറയാറുള്ളത്. വയണയില, വയണയപ്പം എന്നും പറയുന്നുണ്ട്. ഇത് രണ്ടും എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എന്തൊരു നാച്ചുറൽ ഫ്രാഗ്രൻസ് ആണ് ആ ഇലയ്ക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ ചില സ്മെല്ലൊക്കെ നമ്മളിങ്ങനെ അഡിക്റ്റ് ആവും എന്ന് പറയത്തില്ലേ, അങ്ങനത്തെ എനിക്ക് ഭയങ്കരമായിട്ടൊരു അഡിക്ഷൻ തോന്നുന്നൊരു സ്മെല്ലാണ് ഈ വയനയിലയുടെ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വയനയപ്പം. നമ്മൾ ഒരുപാട് കഴിക്കും. നമ്മുടെ വീട്ടിലില്ല. ഇപ്പം അമ്മ ഒരു തൈ എന്തോ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിലില്ലാത്തത് കൊണ്ടും എപ്പോഴും കഴിക്കാത്തത് കൊണ്ടും ആയിരിക്കാം ചിലപ്പോൾ എനിക്ക് ഇത്രയും ഇതിനോട് ഇഷ്ടം വന്നത്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വയനയപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കൊണ്ടുവരും. ഇതിന് മുന്നേ നമ്മൾ വേറൊരു വല്യമ്മയുടെ വീട്ടിൽ പോയ സമയത്ത് വയനയില കൊണ്ടുവന്നായിരുന്നു. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ വയനയപ്പം കഴിക്കാറുള്ളത്. അല്ലാതെ വയനയില നമുക്ക് ഇവിടെങ്ങും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ ചുറ്റുവട്ടത്തും വയനയില ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഇന്ന് കാലത്ത് നമുക്ക് കിട്ടിയ മീനെന്ന് പറയുന്നത് കിളിമീനാണ് കേട്ടോ. പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഈ മീനെ അന്ന് തൊട്ടേ ഞാൻ ഇട്ടൊരു പേര് ചെങ്കലുവാട് അച്ഛൻ എന്നാണ് കേട്ടോ. നമ്മുടെ ചെങ്കലുവ മീൻ ഇതുപോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വലിയ മീനായതുകൊണ്ട് ഞാനിതിനെ ചെങ്കലുവാട് അച്ഛൻ എന്നാണ് അന്ന് തൊട്ടേ വിളിക്കുന്നത്. അപ്പോൾ ആ മീനാണ് നമുക്കിന്ന് കിട്ടിയത്. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ഈ എറിയാൻ പോകുന്ന ആരെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഒരു പൂച്ചയുണ്ട്. നമ്മൾ വളർത്തുന്ന പൂച്ചയൊന്നുമല്ല, ഇവിടെയൊക്കെ ഉള്ള പൂച്ചയാണ് കേട്ടോ. ഈ ഞങ്ങളുടെ പ്രദേശത്തെ ഏറ്റവും വലിയ കള്ളിപ്പൂച്ചയാണിത്. അപ്പോൾ കള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ പേരും കള്ളി. പണ്ട് ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിലൊരു വാളമീൻ വാങ്ങിച്ചു തന്നു കേട്ടോ. വലിയ വാളയായിരുന്നു. എൻ്റെ അത്രയും നീളം കാണും ആ മീൻ. അത്രയും നീളമുള്ളൊരു വലിയ വാളമീനായിരുന്നു ഒറ്റ മീൻ. അപ്പോൾ അന്ന് വെച്ചിട്ട് അമ്മ ഇങ്ങോട്ടും പോയപ്പം അതിനെ ആ കുഞ്ഞൻ വായിൽ ചുരുട്ടിക്കൊണ്ട് പോയി ഒരു ഇച്ചിരി തെളിവ് പോലെ വെച്ചില്ല എന്നുള്ളതാണ്. അതായത് ഒരു തുള്ളി വെള്ളം പോലും പോയ വഴിക്ക് എങ്ങും ഉണ്ടായിരുന്നില്ല. അത്രയും വിദഗ്ധമായിട്ടുള്ള, അത്രയും എക്സ്പേർട്ടാണ് കേട്ടോ. കള്ളം ചെയ്ത് അവളങ്ങ് കൈ തെളിഞ്ഞ് അത്രയും മിടുക്കിയായിട്ട് അവളത് കൊണ്ടുപോയത്. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം തപ്പി ടെറസിൻ്റെ മുകളിൽ ചെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത്. ഒരു സ്മെല്ലോ കാര്യങ്ങളൊന്നുമില്ല. അവിടെ ടെറസിൻ്റെ മേളിൽ ചെന്നപ്പോഴാണ് നമുക്ക് ആ സ്മെല്ല് മനസ്സിലായത്. അവൾ അത്രയും വിദഗ്ധമായിട്ടാണ് അത് കൊണ്ടുപോയത്. അതുകൊണ്ട് ഞാനുള്ള ഓടിക്കും. പക്ഷെ അപ്പ ആണെങ്കിൽ കറമ്പൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. എന്ത് മീൻ വാങ്ങിച്ചാലും ഈ കുഞ്ഞു മീനൊക്കെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മീൻ അവൾക്ക് കൊടുക്കാനാണ് അപ്പോൾ പറയുന്നത്. മത്തി അങ്ങനത്തെ മീനൊക്കെ വാങ്ങിക്കുമ്പോൾ 2 എണ്ണം അവൾക്കെന്ന് പറയും. ഇവളുടെ ഹസ്ബൻഡ്, അതായത് നമ്മുടെ വീട്ടിലൊരു തങ്കുപ്പൂച്ച ഉണ്ടായിരുന്നു. അവനൊന്നും പക്ഷേ കക്കത്തൊന്നുമില്ലായിരുന്നു കേട്ടോ. പക്ഷെ അവനിപ്പോൾ ജീവനോടില്ല. അവൻ്റെ അച്ഛനുണ്ട്. അതൊക്കെ വൈകുന്നേരത്തൊക്കെ വരുമ്പോൾ നമ്മൾ ഇച്ചിരി ചോറ് കൊടുക്കും. നമുക്ക് ചോറ് കൊടുത്ത് ഞങ്ങൾ പോകും. അവർക്കാർക്കും കക്കുന്ന ശീലമൊന്നുമില്ല. പക്ഷേ ഇവൾ ദൈവമേ കട്ട മാത്രമേ അവൾക്ക് വയറ് നിറയത്തുള്ളൂ. പിന്നെ അമ്മ മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത്, മീൻ വെട്ടാൻ നല്ല പാടുണ്ടായിരുന്നു അതിൻ്റെ ആ ചെതുമ്പൽ നീക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴത്തേക്കും ചീനി, അതായത് നമ്മുടെ കപ്പ പുരട്ടാൻ വേണ്ടിയിട്ട് അതും പൊളിച്ചരിഞ്ഞ് നമ്മുടെ ഉള്ളിയും പൊളിച്ച് റെഡിയാക്കി വെച്ചു അമ്മ മീൻ വെട്ടി വന്നപ്പോഴത്തേക്കും. പിന്നെ നമ്മൾ ഉരുളി വെച്ച് അതിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു പച്ചച്ചവ മാറുന്ന പോലെ ഒന്ന് വാട്ടി, പിന്നെ അതിലേക്ക് നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. ചീനി ഒരു ചീനി എങ്ങാണ്ട് അതിനകത്ത് വേവാത്ത ചീനിയാണ് കേട്ടോ. വേവാത്ത ചീനിയും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് ഈ ചീനി സെറ്റാക്കി എടുക്കാനായിട്ട്.
പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. മീനിൻ്റെ തല നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ വെച്ചത്. സെപ്പറേറ്റ് തല മാത്രം പറ്റിച്ച് വെക്കുന്നു. അങ്ങനെ വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ചീനിയൊക്കെ തിന്നാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ. മീനിൻ്റെ ആ ഒരു തല രണ്ടായിട്ട് മുറിച്ചിട്ട് ആണ് നമ്മളിങ്ങനെ കുരുമുളകും നമ്മുടെ കുടംപുളിയൊക്കെ ഇട്ട് നല്ലപോലെ പറ്റിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ മീൻ കറിക്ക് വേണ്ടുന്ന ആ ഒരു മസാല കൂട്ടെല്ലാം റെഡിയാക്കുവാണ്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ നമ്മുടെ റോസാപ്പൂ ഞാൻ കാണിച്ചില്ലായിരുന്നോ? അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓച്ചിറയിൽ നിന്ന് വാങ്ങിച്ച പൂവാണ് കേട്ടോ. അതിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന പൂവൊക്കെ പോയിട്ട് പുതിയതായിട്ട് പൂക്കൾ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും ലാഭമായിരുന്നു, എന്തായാലും പറ്റിയിട്ടൊന്നും ആയിരുന്നില്ല, നല്ലതായിരുന്നു. പിന്നെ നമ്മൾ കറിക്കകത്തോട്ട് കുറച്ച് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അമ്മയാണ് നമ്മുടെ മാസ്റ്റർ ഷെഫ്. അപ്പോൾ അമ്മയാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓറഞ്ച് വാങ്ങിച്ചായിരുന്നു കേട്ടോ. ഒരു കുറച്ച് ദിവസമായി, ഇപ്പോൾ അറൗണ്ട് ഒരാഴ്ച ആവുന്നുണ്ട്. എനിക്ക് ഓറഞ്ച് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പപ്പായെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ്. ആ വാങ്ങിച്ചെന്ന് ഞാൻ ഒരു ഓറഞ്ച് തിന്നതല്ലാതെ പിന്നെ ഞാൻ ആ ഓറഞ്ച് തിന്നിട്ടേ ഇല്ല. ഓറഞ്ച് അവിടെ തന്നെ ഇരിപ്പുണ്ട്. അന്നേരത്തെ ഒരു ഷോക്കിന് പറഞ്ഞതാണ് കേട്ടോ. ഓറഞ്ച് മറന്നു പോകുന്നതാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ നമ്മുടെ മസാലക്കൂട്ടൊക്കെ ഒരുവിധം റെഡിയായി. പിന്നെ അതിലേക്ക് നമ്മൾ പുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൊടംപുളിയിട്ട് വെച്ച നല്ല കിളിമീൻ കറിയുണ്ട്. അപ്പോൾ അതെല്ലാം നല്ലപോലെ ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്കും മറന്നു പോകരുത്, ഉപ്പ് ചേർക്കുക. നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഉപ്പ് ഇച്ചിരി ചേർത്ത് നോക്കിയിട്ട്, ഉപ്പിടാൻ പലർക്കും പേടി ഉപ്പ് ഇടുന്ന കാര്യമാണ്. അപ്പോൾ ഇച്ചിരി ഇട്ടിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കണം, വീണ്ടും ഇച്ചിരി ഇട്ട് നോക്കണം, അങ്ങനെ ചെയ്യാവുള്ളൂ. പിന്നെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ അരപ്പ് കറിയെല്ലാം ഒരുവിധം റെഡിയായി തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് പെറുക്കി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ മീനൊക്കെ നമ്മൾ വളരെ സൂക്ഷിച്ചാണ് കേട്ടോ ഹാൻഡിൽ ചെയ്യേണ്ടത്. മീൻ ഇങ്ങനെ ഇട്ട് ഒരുപാടിട്ട് ഇളക്കരുത്. ഞാൻ ഇളക്കുമ്പോഴൊക്കെ അമ്മ എന്നെ വഴക്ക് പറയായിരുന്നു. ഇപ്പോൾ അങ്ങനെ വഴക്കൊന്നും പറയാറില്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ട്രിക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് പണ്ട് ഞാൻ സ്പൂൺ ഇടുമ്പോഴേ അമ്മേനെ ഓടി എന്ന് പറയും. കാരണം ഞാനിതെല്ലാം കൂടി ഇട്ട് പൊടിക്കും മീൻ. അപ്പോൾ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല മീൻ പൊടിക്കുന്നതൊന്നും. അപ്പോൾ അത് ഒരു ടെക്നിക്കൊക്കെ പിന്നെ അമ്മ പറഞ്ഞു തരും. ഇങ്ങനെ വേണം ഇളക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞു തരും. അങ്ങനെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വരുവാണ് കേട്ടോ. നാവിൽ കപ്പലോടും. അതിൻ്റെ മണവും ടേസ്റ്റും എല്ലാം കൂടെ. ദൈവമേ, ഞാൻ ചോറ് വിളമ്പുന്ന സമയത്ത് എൻ്റെ വായിൽ കൂടെ വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കാരണം അത്രയ്ക്കും സൂപ്പർ മണവും അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്കിനി എന്താണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്? ചോറ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ വായിൽ ഒരു കുടം വെള്ളം വന്നു. അപ്പോൾ നമ്മുടെ തല പറ്റിച്ചത്, മീനിൻ്റെ തല, കിളിമീൻ്റെ തല പറ്റിച്ചതുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പാവയ്ക്ക അച്ചാർ. ഇത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ റെസിപ്പി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സൂപ്പറാണ് പാവയ്ക്ക അച്ചാർ കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, കിഡിലായിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചീനി പുരട്ടിയതും എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ അടുത്ത എൻ്റെ കാര്യം. അപ്പോൾ ഞാൻ അടുക്കളയിൽ ഇരുന്ന് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. എനിക്ക് അടുക്കളയിൽ ഇരുന്ന് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കറികളെല്ലാം കൂട്ടി കഴിക്കുകയാണ്. മോരുണ്ടായിരുന്നു. മോരും എന്ന് വെച്ചാൽ നമ്മുടെ തലയ്ക്ക് നല്ല എരിവുണ്ടായിരുന്നു. നല്ല കുരുമുളക് ചേർത്തതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ആ മോരും കൂടി ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ? നല്ല സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അമ്മയാണ് കേട്ടോ വീഡിയോ എടുത്തത്, അതുകൊണ്ടാണ് ഇടയ്ക്ക് ഒരു കുലുക്കൊക്കെ വരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. ടാറ്റാ.